വനംവകുപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ 2 ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. വനഭേദഗതി ബില്ലും വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലുമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ചത്. എങ്ങനെ കർഷകരെ സഹായിക്കാം എന്ന ചിന്തയിലാണ് ബില്ലിലേക്ക് എത്തിയതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാന നിയമം ഉണ്ടാക്കിയാൽ നിലനിൽക്കുമോ എന്ന സംശയം പ്രതിപക്ഷം ഉന്നയിച്ചു. ബില്ലിന് അംഗീകാരം കിട്ടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. കൊല്ലപ്പെടുന്ന കാട്ടുപന്നി അടക്കമുള്ള മൃഗങ്ങളുടെ മാംസം ഭക്ഷ്യയോഗ്യമാക്കാനുള്ള വ്യവസ്ഥ ചേർക്കേണ്ടതല്ലേ എന്ന് സജീവ് ജോസഫ് ചോദിച്ചു. വന നിയമ ഭേദഗതി ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. അപ്പോൾ സെൻട്രൽ ആക്ടിലെ പ്രൊസീജിയറിന് വിരുദ്ധമായി ഇൻകൺസിസ്റ്റന്റ് ആയി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കിയാൽ 254 ബാധിക്കും. അപ്പോഴും ഡോമിനേറ്റ് ചെയ്തേക്കുന്നത് പാർലമെന്റ് പാസാക്കിയ സെൻട്രൽ ആക്ട് ആവും. അപ്പോൾ ഇത് നിങ്ങളുടെ കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഇവിടുന്ന് ഗവർണറുടെ അടുത്ത് പോവും, അവിടെ കുറച്ച് നാളിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് പോവും, അവിടെ കുറേ നാളിരിക്കും. അപ്പോഴേക്കും ഇലക്ഷൻ വരും. അപ്പോഴേക്കും വെടിവെക്കാൻ ഇവിടുന്ന് നിയമം പാസ്സാക്കിയെന്ന് വരില്ലല്ലോ. ഒരു മടിയും എനിക്കില്ല. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നൊരു വാശി നമുക്ക് ആർക്കും ഇല്ല എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബില്ലിനെ അനുകൂലിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതുപോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് പറയുകയും ഒരു ഇഞ്ച് ചോര പോലും, ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഒരു റാത്തിൽ ഇറച്ചി വെട്ടിയെടുക്കണമെന്ന് പറയുന്ന ഒരു നയം പറ്റില്ല. അത് വരുമ്പോൾ അതൊരു തെറ്റായ ഒരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ഈ ബില്ലിനെ കുറിച്ച് ഒരു തമാശ എന്നുള്ള നിലയിലാണ് കാണുന്നത് എന്ന നിലയിൽ വന്നാൽ കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് അതൊരു മെസ്സേജാണ്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥ ആവശ്യമുണ്ട് ഈ ബില്ലിൽ. അതൊന്നും തന്നെ ഇതിൽ കാണുന്നില്ല. പൊതുസമൂഹം ആവശ്യപ്പെടുന്ന മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ കൊല്ലപ്പെടുന്ന ഇത്തരത്തിലെ കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ മാംസം ഭക്ഷ്യയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതല്ലേ? അതൊന്നും തന്നെ ഇവിടെയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ വാക്കാൽ പറഞ്ഞു എന്നല്ലാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ കാര്യങ്ങൾ ഇവിടെ ഒന്നും തന്നെ ഈ ബില്ലിൽ കാണുന്നില്ല. സേഫ് സെനുലാബ്ദീൻ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സേഫ്, സുപ്രധാനമായ 2 ബില്ലുകളാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിന്മേലുള്ള ചർച്ച എങ്ങനെയായിരുന്നു? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മലയോര മേഖലയിലെ ജനങ്ങളെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു അത്. കേന്ദ്ര നിയമമായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പൊതു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടി അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും കഴിഞ്ഞ മന്ത്രിസഭാ യോഗം 2 ബില്ലുകൾ പാസ്സാക്കുകയും ചെയ്തു. അതിൽ ഒരു ബില്ല് ഈ മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികൾ, വന്യജീവികൾ ഉണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുമതി നൽകുന്ന ബില്ലാണ് ഒരു ബിൽ, വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ. ആ ബില്ലിന്ന് ആദ്യം തന്നെ പരിഗണിച്ചു. അതിനൊപ്പം തന്നെ ഈ വനം വകുപ്പിൻ്റെ ഭൂമിയിലുള്ള ചന്ദനമരം വെട്ടിമാറ്റാൻ വേണ്ടി അധികാരം നൽകുന്ന ബിൽ, വനംവകുപ്പിന് അധികാരം നൽകുന്ന ബിൽ, അതാണ് 2ാമത്തെ വന നിയമ ഭേദഗതി ബിൽ. ഈ 2 ബില്ലുകളും മലയോര ജനതയുമായി ബന്ധപ്പെട്ട് സുപ്രധാന ബില്ലുകളാണ്. ആ ബില്ല് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ അവതരിപ്പിച്ചു. ചർച്ച കഴിഞ്ഞതിന് ശേഷം വിശദമായ ചർച്ചയിലേക്ക് തന്നെ കടന്നു. ഈ ചർച്ചയുടെ ഒരു പൊതു സ്വഭാവമായി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ള പൊതുവികാരം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലാതെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിയമപരമായ ചില പ്രശ്നങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഷ്ട്രപതി ഈ ബില്ല് അംഗീകരിക്കണം. കേന്ദ്ര നിയമത്തിന് എതിരായിട്ട് സംസ്ഥാനം ഒരു നിയമം പാസ്സാക്കിയാൽ അത് എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ള ഒരു സുപ്രധാന ചോദ്യം ചോദിച്ചു. അതിന് നിയമമന്ത്രി പി രാജീവ് മറുപടി നൽകിയത് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന ബില്ലായതുകൊണ്ട് അത് സംസ്ഥാനത്തിന് ചില ഭേദഗതികൾ വരുത്താമെന്ന് നിയമത്തിൽ തന്നെ, ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് പിന്നീട് മറുപടി നൽകിയത് ഇപ്പോൾ നിങ്ങൾ ബില്ല് പാസ്സാക്കി ഗവർണർക്ക് അയക്കും, അവിടെ കുറേ കാലം ആ ബില്ലിരിക്കും, അതിനുശേഷം അത് രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് പോകും, അവിടെ കുറേ കാലം ഇരിക്കും, അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അത് പാസ്സാക്കിയെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വിമർശന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ബില്ലിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്.